നമസ്കാരം. ഗണപതി നമ. കുലദേവതായി പരദേവതായി ഗ്രാമദേവതായേ നമ. ശ്രീ മഹാദേവി നമ. ഇന്ന് വൈകുന്നേരം എനിക്ക് മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്, സന്ധ്യയ്ക്ക്. ആ സമയം ഇന്ന് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയം, ഇന്ന് പൗർണമി ചൈത്ര പൗർണമി ദിവസമായി ഇന്ന് മെഡിറ്റേറ്റ് ചെയ്ത സമയത്ത് എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്ന ഒരു ചിത്രമാണ്. ഞാൻ മെഡിറ്റേറ്റ് ചെയ്തിരിക്കുമ്പോൾ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരികയും അതുപോലെ തന്നെ UDF കേവല ഭൂരിപക്ഷത്തിലേക്ക് അടുക്കുന്നത് ആ ഒരു രീതിയിലാണ്. LDF രണ്ടാം സ്ഥാനത്തും BJPക്ക് 1 മുതൽ 3 വരെ സ്ഥാനങ്ങളുമാണ് കിട്ടാൻ ചാൻസായിട്ട് കാണുന്നത്. എല്ലാം ശരിയാവണമെന്നില്ല. മെഡിറ്റേഷനിൽ തെളിയുന്നത് അത് നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമാണ്. എന്തായാലും 4-ാം തീയതി നമുക്കറിയാം. ഇപ്രാവശ്യം 3ാം ഭരണത്തിലേക്ക് തുടക്കം കാണുന്നില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് വിദ്യാഭ്യാസം ഉള്ള മന്ത്രിമാരായിരിക്കും വരിക. ഞാൻ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലാണ്. അവിടെ പ്രശാന്തിനാണ് വിജയസാധ്യത കണ്ടത്. പിന്നെ നമ്മുടെ രാജീവ് ചന്ദ്രശേഖറിന് വിജയസാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ അധികം ബാക്കിയുള്ളതൊക്കെ നമുക്ക് സമയത്തിനറിയാം. അപ്പോൾ എന്തായാലും UDF ചാൻസ് ഇവിടെ വരാനായിട്ട് എൻ്റെ മനസ്സിൽ തോന്നിച്ചത്. ആ ഭഗവാന്റെ മുന്നിൽ വെച്ച് പ്രാർത്ഥിച്ച് മെഡിറ്റേറ്റ് ചെയ്ത് കണ്ണടച്ച് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. എന്തായാലും നല്ലൊരു തൂക്ക് മന്ത്രിസഭ ആയിരിക്കില്ല, നല്ലൊരു മന്ത്രിസഭ വരട്ടെ.